1987 ലോഹിതദാസ് പ്രവചിച്ച ഇന്നത്തെ പെണ്ണുങ്ങൾ മലയാള സിനിമയിലെ ആരും കാണാതെ പോയ സ്ത്രീപക്ഷ ക്ലാസിക്. അതാണ് 1987 സിബി മലയിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എഴുതാപ്പുറങ്ങൾ. പുരുഷാധിപത്യ സമൂഹത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ 3 സ്ത്രീകളുടെ കഥയാണത്. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ക്ലാസിക്കുകൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് സിബി മലയിൽ AK ലോഹിതദാസ്. ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് എഴുതാപ്പുറങ്ങൾ. അന്നത്തെ കാലഘട്ടത്തിലെ പുരുഷാധിപത്യ ചിന്താഗതികൾക്ക് നേരെ പിടിച്ച കണ്ണാടിയായിരുന്നു ഈ സിനിമ. 3 വ്യത്യസ്ത പശ്ചാത്തലമുള്ള എന്നാൽ ഒരേപോലെ ചിന്തിക്കുന്ന 3 സ്ത്രീകളുടെ അതിജീവനത്തിന്റെ കഥ. ആദ്യം നമുക്ക് രാജലക്ഷ്മിയെ നോക്കാം. സുഹാസിനി അനശ്വരമാക്കിയ കഥാപാത്രം. അവളൊരു കോളേജ് അധ്യാപികയാണ്. അതിലുപരി പ്രശസ്തിയായ എഴുത്തുകാരിയും സ്വന്തമായി രാഷ്ട്രീയവും വ്യക്തമായ നിലപാടുകളുമുള്ള സ്ത്രീ. പൊതുവെ സമൂഹം സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അനുസരണയുള്ള കാമുകിയോ പ്രതിശ്രുത വധുവോ ആകാൻ രാജലക്ഷ്മിക്ക് കഴിയില്ലായിരുന്നു. തൻ്റെ ചിന്തകളെയും സ്വാതന്ത്ര്യത്തെയും വിലമതിക്കാത്ത, തന്നെ ഒരു ശരാശരി വീട്ടമ്മയായി മാത്രം കാണാൻ ആഗ്രഹിച്ച പുരുഷനോട് കല്യാണത്തിന് തൊട്ടു മുൻപ് എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറയാൻ അവൾ കാണിച്ച ധൈര്യം ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ സ്ത്രീപക്ഷ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ് സുഹാസിനിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതും. രണ്ടാമത്തെയാൾ അഡ്വക്കേറ്റ് വിമല ജേക്കബാണ്. നടി അംബികയാണ് ഈ വേഷം ചെയ്തത്. വിവാഹമോചിതയായ ഒരു മകളുള്ള അമ്മ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഈ സമൂഹം അവളെ എത്രത്തോളം വേട്ടയാടും എന്ന് വിമലയുടെ ജീവിതത്തിലൂടെ ലോഹിതദാസ് കാണിച്ചു തരുന്നുണ്ട്. അപവാദ പ്രചരണങ്ങളും മാനസിക പീഡനങ്ങളും വിമലയ്ക്ക് നേരിടേണ്ടി വരുന്നു. എന്നാൽ സഹതാപം പിടിച്ചുപറ്റാൻ അവൾ ശ്രമിക്കുന്നില്ല. കോടതി മുറിയിൽ കറുത്ത കോട്ടണിഞ്ഞ് പുരുഷന്മാരായ വക്കീലന്മാരോട് അവൾ പോരാടുമ്പോൾ വ്യക്തിജീവിതത്തിൽ തന്റെ കുഞ്ഞിനു വേണ്ടി ഒരാണിന്റെയും സഹായമില്ലാതെ അവൾ ജീവിച്ചു കാണിക്കുന്നു. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ രാജലക്ഷ്മിയും സീതയും നൽകുന്ന പിന്തുണയാണ് അവളുടെ കരുത്ത്. മൂന്നാമത്തെ കഥാപാത്രം പാർവതി അവതരിപ്പിച്ച സീതയാണ്. ഇവരിൽ ഏറ്റവും പാവവും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയതുമായ കഥാപാത്രം. സീതയും ഒരു അധ്യാപികയാണ്. പക്ഷേ അവളുടെ ഭർത്താവിന് അവളുടെ കരിയറിനോടോ ആഗ്രഹങ്ങളോടോ ഒരു ബഹുമാനവുമില്ല. സംശയരോഗിയും ക്രൂരനുമായ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ വിധിക്കപ്പെട്ടവൾ. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകളുടെ പ്രതിനിധിയാണ് സീത. പക്ഷേ കഥയുടെ ഒരു ഘട്ടത്തിൽ തൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഭർത്താവിന്റെ ക്രൂരതകൾക്ക് മുന്നിൽ ഇനിയും തലകുനിക്കാൻ അവൾ തയ്യാറാകുന്നില്ല. ആ വീടിന്റെ പടിയിറങ്ങി തൻ്റെ കൂട്ടുകാരികളുടെ അടുത്തേക്ക് അവൾ നടന്നു പോകുമ്പോൾ സിനിമ നൽകുന്നത് സ്ത്രീകളുടെ ഐക്യദാർഢ്യത്തിന്റെ വലിയൊരു സന്ദേശമാണ്. പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ മറ്റൊരു പുരുഷന്റെ തണൽ വേണമെന്ന പൊതുബോധത്തെ തിരുത്തി എഴുതിയ സിനിമയാണ് എഴുതാപ്പുറങ്ങൾ. പ്രതിസന്ധികളിൽ പരസ്പരം താങ്ങായി മാറിയ ഈ 3 സുഹൃത്തുക്കളുടെ കഥ പതിറ്റാണ്ടുകൾക്കിപ്പുറവും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.